റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ഇല്ലാത്ത ഉടമ്പടിയുടെ പേരിൽ VPVV കമ്പനി തട്ടിയത് 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഡീപ് സ്റ്റേറ്റ് തട്ടിപ്പ് വഴി നിക്ഷേപക സംഗമങ്ങളിലും കരാറുകളിലും ഇരകളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചു. തുടർന്ന് വ്യാജ കരാർ കാണിച്ചുകൊണ്ട് മണി ചെയിൻ മാതൃകയിൽ രാജ്യവ്യാപകമായി തട്ടിപ്പ് നടത്തി. കമ്പനിക്കെതിരെ തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും പത്തനംതിട്ടയിലുമൊക്കെ നിരവധി കേസുകൾ നിലവിലുണ്ട്. ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള 83,000 കോടി രൂപയുടെ വമ്പൻ കരാറിന്റെ ഗുണഭോക്താക്കളാണെന്ന നിക്ഷേപകരെ വിശ്വസിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ തട്ടിപ്പ്. ഈ ഇൻഡോ US പസഫിക് പീസ് ട്രീറ്റി എന്ന് പറഞ്ഞ് ഇവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയും ആഭ്യന്തരമന്ത്രിയുടെ എല്ലാം ഫോട്ടോയും അവരുടെ ഒപ്പും എല്ലാം ഉണ്ടാക്കി ഒരു ഒറിജിനൽ കരാറാണെന്ന് കാണിച്ചാണ് ഞങ്ങളെ കൊണ്ട് ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളെ ഫണ്ട് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. 2021 തമിഴ്നാട് തിരുച്ചുളി എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ലാൻഡ് ഡെവലപ്മെൻറ്റും കൺസ്ട്രക്ഷനും വേണ്ടിയിട്ട് വർക്ക് തന്നിരുന്നു. ആ വർക്ക് പിന്നെ അത് ഫേക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അവിടെ എനിക്ക് ഒരുപാട് പൈസ ലോസ് ആയിട്ടുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി 40-40ലേറെ കേസുകൾ, പരാതികൾ ഈ കമ്പനിക്കെതിരെ ഉണ്ട്. ഗോകുൽനാഥ് ഉണ്ട്. ഗോകുൽ, 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. നിരവധി ആളുകളെയാണ് ഇവർ പറ്റിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഹാജരാക്കിയിട്ടുള്ള രേഖകളെല്ലാം വ്യാജമായിരുന്നു. എങ്ങനെയാണ് ഇവർക്ക് ഇത് സാധിച്ചത്? ഷിഹാസ, US പ്രതിരോധ വകുപ്പിന് വേണ്ടി 83,000 കോടി രൂപയുടെ ആയുധ നിർമ്മാണ കരാർ തങ്ങൾക്ക് ലഭിച്ചതായി പറഞ്ഞ് നിക്ഷേപകരെ തട്ടിപ്പിക്കുകയായിരുന്നു VPVV എന്ന കമ്പനി. US പ്രതിരോധ കാര്യത്തിന്റെ പെന്റഗണിന്റെ അറിവോടെയാണ് ഇന്ത്യൻ ഭരണകൂടത്തിനും നിയമത്തിനും അതീതമായി പ്രവർത്തിക്കാൻ അംഗീകാരമുള്ള ഡീപ് സ്റ്റേറ്റ് ആണ് തങ്ങളെന്നാണ് ഇരകളെ ഈ കമ്പനി തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഇതിനായി കൃത്രിമ രേഖകളും കമ്പനി ചമച്ചിരുന്നു. ഇൻഡോ US പസഫിക് പീസ് ട്രീറ്റിയിൽ ഒപ്പുവെച്ചതോടെ US വേണ്ടി ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള അധികാരം US സുപ്രീം കോടതി VPVVക്ക് മാത്രമായി നൽകിയെന്നും വിശ്വസിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഉടമ്പടി പോലും ഇന്ത്യയും USുമായിട്ട് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. 83,000 കോടി രൂപയുടെ വമ്പൻ കരാറിന്റെ ഗുണഭോക്താക്കളാണ് ഓരോ നിക്ഷേപകനുമെന്ന് വ്യക്തമാക്കുന്ന കരാറിലാണ് VPVVയും നിക്ഷേപകരും ഒപ്പുവെച്ചിരുന്നത്. ഇതിനായി നിക്ഷേപക സംഗമങ്ങളും കരാറുകളും ഈ US നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രകാരം രൂപീകരിച്ച കമ്പനി ഇന്ത്യക്ക് നിയന്ത്രണമില്ലാത്ത ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടി ധ്വനിപ്പിക്കാൻ വേണ്ടി നോൺ സ്റ്റേറ്റ് ആക്ടർ, കമ്പനിയുടെ പ്രവർത്തനങ്ങളുടെ രഹസ്യാത്മകത ബോധിപ്പിക്കുവാൻ വേണ്ടി ക്ലാസിഫൈഡ് ഓപ്പറേറ്റർ തുടങ്ങിയ വാക്കുകളാണ് തട്ടിപ്പിന്റെ സൂത്രധാരന്മാരായ വെങ്കിട്ടും ഡോക്ടർ സാബും നിരന്തരമായി ഉപയോഗിച്ചിരുന്നത്. VPVയുടെ ഫയലുകൾ ഡൽഹി പോലീസിന് പോലും പരിശോധിക്കാൻ ഇവർ നൽകിയിരുന്നില്ല. അതായത് ക്ലാസിഫൈഡ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണെന്നും പോലീസിനോടും അതേപോലെ തന്നെ കോടതിയെയും ഒക്കെ ഇവർ തെറ്റിദ്ധരിപ്പിച്ചു വരികയുമായിരുന്നു. അങ്ങനെ ഈ ചതിക്കുഴിയിൽ വീണ നിക്ഷേപകരായ മലയാളികൾക്കും കോടികൾ നഷ്ടമായിട്ടുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കൊല്ലം, പത്തനംതിട്ട, പാലക്കാട് തുടങ്ങി നിരവധി ജില്ലകളിലായി കോടികളുടെ നിക്ഷേപ തട്ടിപ്പാണ് ഈ കമ്പനി നടത്തിയിട്ടുള്ളത്. ഈ മാധ്യമങ്ങൾ വാർത്ത ഏറ്റെടുത്തോടെ പത്രമാധ്യമങ്ങൾ കൂടി പരസ്യം നൽകുവാനും ഈ കമ്പനി മുതിർന്നു. പ്രധാനമന്ത്രിയുടെ അടക്കം ചിത്രങ്ങൾ പത്രത്തിന്റെ മുൻ പേജിൽ തന്നെ നൽകിക്കൊണ്ടാണ് ഇവരിപ്പോഴും ഈ തട്ടിപ്പ് തുടരുന്നത്. ഈ തട്ടിപ്പ് തുടരുന്ന സാഹചര്യത്തിൽ പ്രതികൾക്കെതിരെ ഇപ്പോൾ പോലീസും കോടതിയും ഒക്കെ അന്വേഷണത്തിലുമാണ്. ശരി ഗോകുൽ, വലിയ തട്ടിപ്പാണ്. 1000 കോടിക്ക് മുകളിലുള്ള തട്ടിപ്പാണ്. എന്താണ് സംഭവിച്ചത്, ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതെല്ലാം അന്വേഷണത്തിലൂടെ വെളിയിൽ വരട്ടെ.